الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ويسألونك عن ذي القرنين قل سأتلو عليكم منه ذكرا إنا مكنا له في الأرض وآتيناه من كل شيء سببا സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ശരിയായി പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നും അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നോടും നിങ്ങളോടുമായി വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ ദീനിൽ നിന്നും നമ്മുടെ വിശ്വാസത്തിൽ നിന്നും നമ്മളെ തെറ്റിച്ച് കളയുന്നതിനെയാണ് ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഫിത്ന എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ചില കാര്യങ്ങളെല്ലാം നമ്മളുടെ ദീനിയായ നിലപാടുകളെ മാറ്റിക്കളയുന്നതാണ്. അങ്ങനെ മാറ്റിക്കളയുമോ എന്നറിയാനുള്ള പരീക്ഷണങ്ങൾ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഒരുവച്ച് തന്നേക്കാം. അവിടെ വിജയിക്കാൻ കഴിയുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. വിശ്വാസം കൊണ്ട് പരീക്ഷിക്കും. നമുക്കറിയാം ഈ പരീക്ഷണങ്ങളെക്കുറിച്ചെല്ലാം 4 ഏറ്റവും ഗൗരവപരമായ പരീക്ഷണങ്ങളെക്കുറിച്ച് നമ്മൾ വെള്ളിയാഴ്ചകളിൽ പാരായണം ചെയ്യുന്ന അൽ കഹ്ഫ് സൂറത്തിൽ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഓതി പോകുമ്പോൾ നമുക്കതും കൂടെ ഓർത്തു പോകാൻ ഒരുപക്ഷെ ഈ ഒരു സംസാരം നമുക്ക് സഹായകമായേക്കും. ഒന്ന് വിശ്വാസരംഗത്തുള്ള പരീക്ഷണമാണ്. ഒരു നാട്ടിൽ തൗഹീദ് സ്വീകരിച്ച് ഏകദൈവ വിശ്വാസം സ്വീകരിച്ച ഒരു കൂട്ടം ചെറുപ്പക്കാർ, അവരാണ് അസ്ഹാബുൽ കഹ്ഫ്. ആ ചെറുപ്പക്കാർ വമ്പിച്ച പരീക്ഷണത്തിന് വിധേയമാകും. അവരെ കൊന്നുകളയുന്ന, അവരെ കൊല ചെയ്യപ്പെടുന്നതിന് മാത്രമുള്ള ഒരു സാഹചര്യം ആ നാട്ടിൽ അവിടുത്തെ രാജാവിന്റെ നേതൃത്വത്തിൽ സജ്ജമാവുകയാണ്. ആ സന്ദർഭത്തിലാണ് അവർ അള്ളാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചത്. ഇത് അവൽ ഫിത്തിയത്തുൽ കഹ്ഫി ഫഖാലു റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യിഅ് ലനാ മിൻ അംരിനാ റശദ. റബ്ബേ, ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണേ, ഞങ്ങൾക്ക് ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് മോചനം നൽകണേ എന്നതിലൊക്കെ അള്ളാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. എന്ത് അത്ഭുതമാണ് സഹോദരങ്ങളെ സംഭവിച്ചത്! അത്ര വലിയ ഭീഷണി ഉണ്ടായിട്ടും അവരാ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിഞ്ഞില്ല. അതാണ് വിശ്വാസപരമായ പരീക്ഷണം. ഇത്രയും വലിയ അക്രമങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധിക്ക് വരുമ്പോൾ ഈ വിശ്വാസത്തിലൊക്കെ എത്ര കണിശത വേണോ എന്നൊരു പക്ഷേ ആലോചിച്ച് നോക്കൂ. നമ്മുടെ അസ്തിത്വത്തിന് ഭീഷണിയാവും. പക്ഷെ അവർ പിടിച്ചു നിന്നു. അതുകൊണ്ട് അള്ളാഹു എന്ത് ചെയ്തു വെച്ചാൽ അവരെ ഉറക്കി. ഒരിക്കലും
നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്ഭുതകരമായ ഉറക്കം. എത്ര വർഷം? 3 നൂറ്റാണ്ടുകാരാണ് ഉറങ്ങിയത്. എന്നിട്ട് പിന്നെ അവർ ഉണർന്ന് എഴുന്നേറ്റു. ആ തലമുറകൾ പിന്നിട്ടു. ആ രാജാവും ആളുകളൊക്കെ മരിച്ച് പോയതിനു ശേഷമാണ് പിന്നെ അവിടെ തിരിച്ചു വരുന്നത്. വിശ്വാസ രംഗത്തെ പരീക്ഷണത്തിൽ വിജയിച്ച അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ. രണ്ടാമത്തത് സമ്പത്തിലെ പരീക്ഷണമാണ്. നല്ലോണം പണവും സൗകര്യങ്ങളൊക്കെ തന്നാലും എന്ത് ചെയ്യും? നമ്മളെ ഈമാനിനും നമ്മളെ വിശ്വാസത്തിനൊക്കെ തകരാറാവും. കാരണം അത്രയൊക്കെ സ്വത്തും സൗകര്യങ്ങളോടൊക്കെ ഞാൻ സമാധാനമായിട്ട് പോകുന്നുണ്ടല്ലോ. ഇനിയിപ്പോ ഞാൻ നിസ്കരിക്കുക, നോമ്പോൽക്കുക, അള്ളാഹുവിന് കീഴ്പ്പെടുന്നും ചെയ്തില്ലെങ്കിൽ ഇപ്പൊ എന്താ സംഭവിക്കണത്? ഇതൊന്നും ചെയ്യാതെ ഇപ്പൊ എനിക്ക് ഇത്തിരി സൗകര്യങ്ങളൊക്കെ കിട്ടിയില്ലേ എന്നാണ്. അതാണ് 2 തോട്ടക്കാരെ കഥ പറയുന്നത്. ഒരാൾക്ക് നല്ല സൗകര്യങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടാത്ത, നല്ല വെള്ളം കിട്ടുന്ന ഈത്തപ്പനകളും മുന്തിരിയൊക്കെ ഉള്ള നല്ല തോട്ടം കൊടുത്തു. അപ്പൊ അദ്ദേഹം ചിന്തിച്ചു, ഇതിപ്പോ ഉണ്ടെങ്കിൽ പിന്നെ ജീവിച്ചു പോകാൻ വേറൊന്നും വേണ്ടല്ലോ. അത് അദ്ദേഹത്തിന് പരലോകത്തെ നിഷേധിക്കണം. അതൊന്നു സാഅത്ത കായിമത്തൻ, പരലോകം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ അള്ളാഹു അവിടെയൊക്കെ എനിക്ക് ഇതേപോലെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തരുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഉപദേശിക്കുന്നുണ്ട്. പക്ഷെ ആ ഉപദേശങ്ങളൊന്നും ഫലപ്പെട്ടില്ല. അവസാനം എന്ത് ചെയ്തു? അവന്റെ തോട്ടം നശിച്ചു. ആ പരീക്ഷണത്തിൽ അയാൾ പരാജയപ്പെട്ടു. ഞാൻ അള്ളാഹുവിൽ പങ്കു ചേർക്കാതിരുന്നെങ്കിൽ ഞാൻ ചെലവഴിച്ചത് മുഴുവൻ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. അവൻ ഖേദം കൊണ്ട് കൈമലർത്തി പോയി എന്നാ പറയണം. ആ പരീക്ഷണത്തിൽ സമ്പത്ത് കൊടുത്തപ്പോ വിശ്വാസം തകരാറായി. ആ പരീക്ഷണത്തിൽ അയാൾ പരാജയപ്പെട്ടു. ഇത് സൂറത്ത് അൽ കഹ്ഫ് തന്നെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു പരീക്ഷണം അറിവിലാണ്. മൂസാ നബി അലൈഹി സ്വലാം പ്രവാചകനാണ്. ഖിളിർ പ്രവാചകനാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷെ എന്നാലും ആ പരീക്ഷണത്തിൽ അള്ളാഹു പ്രത്യേകമായ അറിവ് നൽകിയ ആ വ്യക്തിയുടെ അടുക്കൽ പോയി ദീന് പഠിക്കാൻ വേണ്ടി പറയാൻ, കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാം. ആ യാത്ര ഒരു പരീക്ഷണ യാത്രയായിരുന്നു. ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളാണ് കാണുന്നത്. എന്നാ ചോദിക്കരുതേ എന്ന നിബന്ധനയുണ്ട്, ക്ഷമിക്കണമെന്ന കൽപ്പനയുണ്ട്. അതൊക്കെ ലംഘിച്ച് അവസാനം ചോദിച്ചപ്പോൾ അവസാനം പറഞ്ഞു, കാല ഹാദാ ഫിറാഖു ബൈനി വബൈനിക, നമുക്ക് ഇവിടെ പിരിയാം, ഇനി മുന്നോട്ട് പോകില്ല. ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ നിനക്ക് ക്ഷമിക്കാൻ പറ്റാത്ത കാര്യത്തിന്റെ വിശദീകരണം ഞാൻ തരാന്ന് പറഞ്ഞ് ആ വിശദീകരണം കൊടുക്കുമ്പോഴാണ് എന്തിനെ എങ്ങനെയൊക്കെ ചെയ്തു എന്ന് ചോദിച്ച മൂസാ നബി അലൈഹി സ്വലാം അങ്ങനെയാണല്ലോ ചെയ്യേണ്ടിയിരുന്നത് എന്ന് വിശദീകരണം കേട്ടപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. അറിവിലുള്ള പരീക്ഷണമാണ്. അറിവ് നൽകിയും അള്ളാഹു നമ്മളെ എന്ത് ചെയ്യും? അറിവിന്റെ കാര്യത്തിൽ പരീക്ഷിക്കും. 4ാമത്തെ പരീക്ഷണം അധികാരത്തിലാണ്. ഒരു രാജാവൊന്നും ആകണ്ട, എല്ലാവർക്കും ഉണ്ടാവും. ഒരു വീടിന്റെങ്കിലും കുടുംബത്തിന്റെയും സ്ഥാപനത്തിന്റെയും ഒക്കെ അധികാരങ്ങൾ ഉണ്ടാവുമല്ലോ. അധികാരം ഒരു പരീക്ഷണമാണ്. അധികാരം കിട്ടും ആളുകളുടെ സ്വഭാവം മാറും. ആളുകൾ അഹങ്കാരികളായി മാറും. ആരെയും ഗൗനിക്കാതെ പോകും. ഇതൊക്കെ ഞാൻ നേടിയെടുത്ത അധികാരങ്ങളാണ്, ഇതിലൊന്നും ഒരാൾക്കും പങ്കില്ല എന്ന നിലക്കുള്ള ധിക്കാരവും അഹങ്കാരവും മനുഷ്യന് വന്നു ചേരുന്ന ഒന്നാണ് അധികാരം. അതുകൊണ്ട് അധികാരത്തെക്കുറിച്ച് പരീക്ഷിക്കുന്നതാണ്. ലോകം മുഴുവനും ഭരിച്ച ഒരു ചക്രവർത്തി എന്ന നിലക്കാണ് ദുൽഖർനൈൻ. ആ കഥ പറഞ്ഞിട്ടാണ് സൂറത്തുൽ കഹ്ഫ് അവസാനിക്കുന്നത്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും. എന്താ ഈ ദുൽഖർനൈൻ എന്നുള്ളത് അധികാരം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ഒരു രാജാവാണ്. ദുൽഖർൻ 2 കൊമ്പുള്ളവെന്നാണ് അവക്കിന്റെ അർത്ഥം. 2 കൊമ്പ് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്ന കിഴക്കും അസ്തമിക്കുന്ന പടിഞ്ഞാറും ആ രണ്ടും കണ്ട വ്യക്തിയാണ്. 2 ഭാഗത്തേക്കും സഞ്ചരിച്ച ആ 2 സൂര്യാസ്തമയങ്ങളെ രണ്ടിന്റെയും ആ അതിർ വരെ അധികാരങ്ങൾ കിട്ടിയ ഒരു വ്യക്തിയിലേക്കാണ് ദുൽഖർനൈൻ എന്ന് പറയുന്നത്. വളരെ സ്വാത്വികനായ, പണ്ഡിതനായ, വളരെ ധർമ്മിഷ്ഠനായ ഏറ്റവും നല്ലൊരു ഭരണാധികാരിയെ അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. അവിടുത്തെ മക്കയിലുണ്ടായിരുന്ന അവിശ്വാസികൾ നബിയോട് ചോദിച്ചു, വയസ്അലൂനക അൻ ദുൽഖർനൈൻ, ആരാണ് ഈ ദുൽഖർനൈൻ എന്ന് റസൂലുള്ളാഹിയോട് അവർ ചോദിച്ചു. അപ്പോ ഖുൽ സഅത്ലു അലൈക്കും മിൻഹു ദിക്റ, അദ്ദേഹത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖുർആനിലൂടെ അവർക്ക് ആ കാര്യം പറഞ്ഞു കൊടുക്കാൻ. എന്താന്ന് വെച്ചാൽ അധികാരം എന്ന് പറഞ്ഞാൽ അത്രയും വലിയ അധികാരമാണ് അള്ളാഹു നൽകിയത്. അന്നത്തെ കാലത്ത് ഈ ഭൂമിയുടെ 2 ദിശകളിലേക്ക് സഞ്ചരിക്കാൻ കഴിയാന്ന് ചില അധികാരമാണ്. എല്ലാ അധികാരങ്ങളും നൽകി. ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർദ് വആതൈനാഹു മിൻ കുല്ലി ഷൈഇൻ സബബ, ഭൂമിയെ ഞാൻ അദ്ദേഹത്തിന് അധികാരങ്ങൾ അധീനപ്പെടുത്തി കൊടുത്തു. ലോകം മുഴുവനും അദ്ദേഹത്തിന്റെ കാൽ കീഴിൽ വന്നു. അത്രയും വലിയ ചക്രവർത്തി, ലോകം മുഴുവൻ ഭരിച്ചൊരു ചക്രവർത്തിയിലേക്കാണ് ഖുർആൻ വായിക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കുന്നത്. എന്നിട്ടോ വആതൈനാഹു മിൻ കുല്ലി ഷൈഇൻ സബബ, അങ്ങനെ അദ്ദേഹത്തിന് എല്ലാ മാർഗങ്ങളും, എല്ലാ കാരണങ്ങളും, എല്ലാ വഴിയും അള്ളാഹു ഒരുക്കി കൊടുത്തു. എല്ലാ നിലക്കുള്ള അധികാരങ്ങളും അദ്ദേഹത്തിന് എന്ത് ചെയ്തു? അള്ളാഹു നൽകി എന്നാണ്. പിന്നെ ഈ ദുൽഖർനൈൻ പ്രവാചകനാണോ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്,
ദുൽഖർണൈൻ പ്രവാചകനാണോ എന്ന് വമാ അതിരി അതുൽഖർണൈൻ നബിയുൻ ഹുവ അംല എന്ന് എനിക്കറിയില്ല എന്നാണ്. അപ്പോൾ നബിസ്ലാസമ അറിയില്ല എന്ന് പറഞ്ഞ് മൗനം അവലംബിച്ച് നിർത്തിയ ഒരു കാര്യത്തുമേ പിന്നെ ചർച്ച വേണ്ടെന്നാണ് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത്. എന്തായിരുന്നാലും അദ്ദേഹം നല്ലൊരു ഭരണാധികാരിയായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ അദ്ദേഹത്തിന്റെ ഈ അധികാരവും സൗകര്യങ്ങളും അദ്ദേഹത്തിന് കിട്ടിയപ്പോൾ അദ്ദേഹം ഒരിക്കലും എന്ത് ചെയ്തില്ലാരെങ്കിൽ അതിൽ അഹങ്കരിക്കാനൊന്നും പോയില്ല. വളരെ വിനീതമായി ഇത് അള്ളാഹു എനിക്ക് തന്നതാണ് എന്ന് അദ്ദേഹം പല സന്ദർഭത്തിലും ജീവിതത്തിൽ അള്ളാഹുവിനെ സ്മരിക്കുന്നുണ്ട്. വലിയ വലിയ കാര്യങ്ങളൊക്കെ ഭരണപരമായി നേടിയെടുക്കുമ്പോഴൊക്കെ അദ്ദേഹം പറയാം, ഹാദാ റഹ്മത്തും മിർ റബ്ബി, ഇതൊക്കെ എന്റെ റബ്ബ് എനിക്ക് തന്ന കാരുണ്യങ്ങളാണെന്ന് പറയാം. എല്ലാ അധികാരങ്ങളും സുഹൃത്തുക്കളെ നമ്മളെ ഏറ്റവും അഭിമാനത്തിന്റെയും ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ അള്ളാഹ്ക്ക് പറ്റും. അവിടുന്ന് അതേപോലെ താഴത്തേക്കുണ്ട് പിടിച്ചിറക്കാനും പറ്റും. അതാണല്ലോ ഖുർആൻ പറഞ്ഞത്, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുത്തിൽ മുൽക മൻ തശാഅ വതൻസിഉൽ മുൽക മിമ്മൻ തശാഅ വതുഇസ്സു മൻ തശാഅ വതുദില്ലു മൻ തശാഅ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു നിനക്കാണ് അധികാരം. നീ അധികാരത്തെ കൊടുക്കുന്നു, നീ ഉദ്ദേശിക്കുന്നത് പ്രതാപത്തെ കൊടുക്കും, നീ ഉദ്ദേശിക്കുന്നവരെ നീ നിന്ദ്യനാക്കും, അതിനൊക്കെ നിനക്ക് പറ്റുന്നതാണ്. അപ്പൊ എല്ലാം അള്ള തരും. മനുഷ്യന്മാർക്ക് എന്താ തരും? ഇതിന് കാരണങ്ങളിലൂടെ നമുക്ക് കിട്ടുക, എന്തെങ്കിലുമൊക്കെ ഒരു കാരണത്തിൽ കിട്ടുക. ആ കാരണങ്ങളെയാണ് ആൾക്കാർ വിചാരിക്കുക, കാരണങ്ങളല്ല. അത് തൂത്തിൽ മുൽക്കമന്തശാൽ, അത് പടച്ചോൻ തരികയാണ്. നമ്മളിപ്പോ പണക്കാരായാലും നമ്മൾ വലിയ ഉദ്യോഗസ്ഥന്മാരായാലും വലിയ ഡിഗ്രി ഒക്കെ നേടിയാലും ഇതൊക്കെ സഹോദരങ്ങൾ അള്ളാഹു തന്നതാണെന്ന് അറിഞ്ഞാലേ അതൊന്നും നമ്മളെ പഴപ്പിക്കാതൊക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ വഴിവേച്ച് പോകാതിരിക്കുക, അങ്ങനെ ഉണ്ടാവുക. പിന്നെ സുലൈമാൻ നബിനെ അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. സുലൈമാൻ നബി അലൈഹി സ്വലാം എന്താ പറഞ്ഞത്? അദ്ദേഹത്തിന് ആ ബിൽക്കീസിന്റെ സിംഹാസനത്തെ നിമിഷങ്ങളെ കൊണ്ട്, സെക്കൻഡുകളെ കൊണ്ട് തന്റെ മുന്നിലെത്തി ആ മഹാത്ഭുതം കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കെന്താണ്? ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇത് എന്റെ റബ്ബ് തന്ന അനുഗ്രഹമാണെന്ന്. അള്ളാഹുവിലേക്ക് ചേർത്തിട്ടാ പറഞ്ഞു. എല്ലാം അള്ളാഹു, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഭംഗിയായി ചെയ്യാൻ പറ്റില്ല, ഇത് അള്ളാന്റെ ഒരു കാരുണ്യം കൊണ്ട് ചെയ്താണ്. അപ്പോഴാണ് നമ്മുടെ അടുക്കലുള്ളതൊന്നും നമ്മുടേതല്ല എന്ന് തിരിച്ചറിയാം. അപ്പോഴാണ് നമ്മുടെ അഹങ്കാരം കുറയുക, അപ്പോഴാണ് നമുക്ക് വിനയം വരിക. എന്നാൽ ഖാറൂൻ പറഞ്ഞത് എന്താണ്? ഖാലല്ലദീ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബ് അന ആതി ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, ഇത് എന്റെ അറിവ് കൊണ്ട് കിട്ടിയതാണെന്നാണ് ഖാറൂൻ പറഞ്ഞത്. ഖാറൂന് സമ്പത്തും സൗകര്യങ്ങളും കിട്ടിയപ്പോൾ എന്റെ കൊണ്ട് അതുകൊണ്ടാണ് അഹങ്കാരം വന്നത്. അതുകൊണ്ടാണ് മണ്ണിൽ അള്ളാഹു ആഴ്ത്തിക്കളഞ്ഞത്. അതാണ് അധികാരങ്ങളുള്ളവരുണ്ടാവേണ്ട ഏറ്റവും വലിയ ഗുണം. ഇതൊക്കെ അള്ളാഹു എനിക്ക് തന്ന ദൈവികമായ ഒരു അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? അധികാരങ്ങളൊന്നും കിട്ടിയിട്ട് അവിടെ നിന്നില്ല എന്നാണ്. അദ്ദേഹം 3 യാത്രകൾ നടത്തിയായിട്ട് ഖുർആൻ പറയുന്നുണ്ട്. ഒരു യാത്ര പടിഞ്ഞാറോട്ടാണ്, സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലത്തേക്കാണ് ഒരു യാത്ര. ഹത്താ ഇദാ ബലഗ മഗ്രിബ ശംസ്, അങ്ങനെ സൂര്യൻ അസ്തമിക്കുന്ന പടിഞ്ഞാറ് അങ്ങേയറ്റത്ത് അദ്ദേഹം എത്തിയതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കടപ്പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ വെള്ളത്തിലേക്ക്, കടലിലേക്ക് ഇങ്ങനെ സൂര്യൻ ഇറങ്ങുന്നത് കാണുന്നത് പോലെ, സൂര്യൻ അസ്തമിക്കും അതിലേക്ക് ഇറങ്ങി പോകാൻ തോന്നും. അതേപോലെ എന്ത് ചെയ്തു? ഒരു ചെളി, മണ്ണ് ഒക്കെ പുറന്ന ഒരു വെള്ളത്തിൽ ശരിക്കും ഹത്താ ഇദാ ബലഗ മഗ്രിബ ശംസ് വജദഹ തഗ്റുബു ഫി ഹൈനിൻ ഹമിഅത്തിൻ, അങ്ങനെ ഒരു ചെളി പുരണ്ട വെള്ളത്തിൽ സൂര്യൻ ആണ്ടുപോകുന്ന അത്ര വരെ അദ്ദേഹത്തിന്റെ കാഴ്ചകളും യാത്രകളും എത്തിയെന്നാണ്. അങ്ങനെ അദ്ദേഹം അവിടെ എത്തി. അവിടെ എത്തിയിട്ട് അദ്ദേഹം അവിടെ ഒരു ജനതയെ കാണുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ജനതയെ സംബന്ധിച്ചിടത്തോളം അവര് വളരെ അപരിഷ്കൃതരായ ഒരു ജനതയായിരുന്നു. അവർക്ക് താമസിക്കാൻ വീടുകളോ വസ്ത്രങ്ങളോ ഒന്നും ഇല്ലാത്ത ആളുകളായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ ആദ്യത്തെ യാത്രയിൽ അദ്ദേഹം പോകുന്ന സമയത്ത് പല വ്യത്യസ്തങ്ങളായ ആളുകളെ കാണുന്നു. ഇസ്ലാമിന്റെ ആശയങ്ങൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള ദൈവികമായ നിയമങ്ങളെയും കാര്യങ്ങളോട് പറയുന്നു. അപ്പൊ അവർ പല ആളുകളും അത് സ്വീകരിക്കാൻ തയ്യാറാകുന്നുണ്ട്, ചില ആളുകൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. പക്ഷെ നീതിപൂർവ്വം പെരുമാറുന്ന ഒരു രാജാവ് എന്നുള്ളക്ക് അദ്ദേഹം എന്ത് പറഞ്ഞു? കാല അമ്മാമൻ വലമ ഫസൗഫ നുഅദ്ദിബുഹു സുമ്മ യുറദ്ദു ഇലാ റബ്ബിഹി ഫയുഅദ്ദിബുഹു അദാബൻ നുക്രാ. ആരെങ്കിലും സ്വന്തത്തോട് അക്രമം ചെയ്യുകയാണെങ്കിൽ, അത് ശരിയായ ദീൻ സ്വീകരിക്കാതെ വഴിപിഴച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അവനവനെ തന്നെയാണല്ലോ ദ്രോഹിക്കുന്നത്. അവന് ഞാൻ കഠിനമായ ശിക്ഷ നൽകും എന്നാണ്. അമ്മാമൻ ആമന വാമില സ്വാലിഹൻ ഫലഹു ജസാഅൽ ഹുസ്ന. എന്നാൽ അള്ളാഹുവിൽ വിശ്വസിച്ച് ശരിയായി ജീവിക്കുകയാണെങ്കിൽ അവന് നല്ല പ്രതിഫലം കിട്ടും എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അവർക്ക് ആ പ്രബോധനം അദ്ദേഹം നിർവഹിച്ചു കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ നീതി, അതായത് അക്രമം ചെയ്യുന്നവനോട് മാത്രമായി ശിക്ഷ, നീതിപൂർവ്വം ജീവിക്കുന്ന ആളുകൾക്ക് അവർക്ക് അതിൻ്റെതായ ഗുണം നൽകുമെന്ന് പറയുന്നുണ്ട്. പിന്നെയും സുമ്മ അത്ബഅ സബബ, പിന്നെ അദ്ദേഹത്തിന്റെ അടുത്ത യാത്ര കിഴക്കോട്ടേക്കാണെന്നാണ്.
അവിടെ അദ്ദേഹം എത്തുമ്പോൾ അവിടെ എത്തുന്ന സമയത്താണ് അദ്ദേഹം വജദഹ തത്ലു അലാ ഖൗമിൻ ലം നജ്അൽ ലഹും മിൻ ദൂനിഹാ സിത്റാദ. അതായത് സൂര്യനിൽ നിന്നും മറകളില്ലാത്തൊരു ജനത. അതിന് പല വ്യാഖ്യാനങ്ങളുണ്ട്. ഒരു വ്യാഖ്യാനം എന്താണ്, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെ ദേഹത്ത് നേരെ വെയിൽ തട്ടും. അതിനവർക്ക് വീടുകളോ മറഞ്ഞു നിൽക്കാനുള്ള സൗകര്യങ്ങളോ എല്ലാം. ചില ആളുകൾ പറഞ്ഞ വസ്ത്രങ്ങളില്ല. അത്രയും അപരിഷ്കൃതരായ ആളുകൾ ജീവിക്കുന്ന ഏതോ ഉൾനാട്ടിലാണ് അദ്ദേഹം എന്തായത് എത്തിച്ചേർന്നത് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ മൂന്നാമത്തെ യാത്ര ഉണ്ട്. മൂന്നാമത്തെ യാത്ര എന്ന് പറഞ്ഞാൽ 2 പർവ്വതങ്ങൾ, വളർന്നു നിൽക്കുന്ന 2 പർവ്വതങ്ങൾക്ക് അപ്പുറത്ത് ജീവിക്കുന്ന ഒരു ജനത. ഹത്താ ഇദാ ബലഗ ബൈന സദ്ദൈൻ വജദ മിൻ ദൂനിഹിമാ ഖൗമൻ ലാ യകാദൂന യഫ്ഖഹൂന ഖൗലാ. ഒരു നിലക്ക് അവരോട് സംസാരിക്കാൻ കഴിയും, അവർക്കൊരു ഭാഷ അറിയില്ല. അതായത് അവരോട് സംസാരിക്കാൻ പറ്റുന്ന ഒരു മാർഗമില്ലാത്ത, അത്രയും ഒരു ഭാഷ പോലും ഇല്ലാത്ത, സംസാരിക്കാൻ പരസ്പരം ആശയവിനിമയത്തിന് പറ്റാത്ത അത്രയും അപരിഷ്കൃതായ ഒരാളുകളെയാണ് അദ്ദേഹം കാണുന്നത്. അവർ കണ്ടു എങ്കിലും അവരുമായുള്ള അദ്ദേഹത്തിന്റെ ആശയവിനിമയങ്ങൾ നടത്തി. അവരൊരു രാജാവ് എന്നുള്ള നിലക്ക്, കഴിവുറ്റൊരാൾ എന്നുള്ള നിലക്ക് ഒരു പരാതിയുമായിട്ടാണ് അദ്ദേഹം ആ ഭരണകർത്താവിനെ അവർ സമീപിച്ചത്. അവർ പറഞ്ഞത് യജൂജ് മഅജൂജ്, ഏറ്റവും ഭീകരന്മാരായ, നാട്ടിൽ ഫിത്നകൾ ഉണ്ടാക്കുന്ന, ആളുകളെ കൊന്നുകളയുന്ന, ജനങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കുന്ന ഒരു കൊള്ള സംഘമാണ് യജൂജ് മഅജൂജ്. അപ്പൊ അവരെന്ത് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ നാട്ടിലേക്ക് വരും, ഞങ്ങളെ മുഴുവൻ ആക്രമിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ ഇവിടെ സ്വസ്ഥതല്ല, അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണം എന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നുണ്ട്. ഖാലൂ യാദൽ ഖർനൈനി ഇന്ന യഅജൂജ വമഅജൂജ മുഫ്സിദൂന ഫിൽ അർള് ഫഹൽ നജ്അൽ ലക ഹർജൻ അലാ അൻ തജ്അൽ ബൈനനാ വബൈനഹും സദ്ദ. ഞങ്ങൾക്കും അവർക്കും ഇടയിൽ എന്താണ് ഒരു ചെറിയ മറ, ഒരു അണ നീ കെട്ടിത്തരുമോ എന്ന് ചോദിക്കുന്നു. അവർക്ക് ഞങ്ങളെ അതിക്രമിച്ച് കിടക്കാനും വരാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു സൗകര്യം ചെയ്തു തരുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അത് ചോദിക്കുന്ന സമയത്ത് ഒരാവശ്യം ഉന്നയിക്കുമ്പോൾ ആവശ്യം നിർവഹിച്ചു കൊടുക്കാൻ അദ്ദേഹം സന്നദ്ധമാവുകയാണ്. ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് അദ്ദേഹം അതിനുള്ള ഒരുക്കങ്ങൾ നടത്തണം. പക്ഷെ അവർ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, നീ അങ്ങനെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരികയാണെങ്കിൽ ഞങ്ങൾ നിനക്ക് എന്ത് ചെയ്യാം, അതിനുള്ള എന്തെങ്കിലുമൊക്കെ പകരമായി കൊണ്ട് എന്തെങ്കിലും സാമ്പത്തികമായ നികുതികളോ മറ്റോ തരാന്ന് പറയുന്നു. അപ്പൊ അദ്ദേഹം അവരോട് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, എനിക്ക് അതിനൊന്നും ആവശ്യമില്ല എന്നാണ്. കാലമാ മക്കന്നി ഫീഹി റബ്ബി ഖൈർ ഫഅഈനൂനി ബി ഖുവ്വ അജ്അൽ ബൈനകും വബൈനഹും റദ്മാ. എനിക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് ഒരു സൗകര്യം തരേണ്ട കാര്യമില്ല, ഇതൊക്കെ അള്ളാഹു എനിക്ക് തന്ന അനുഗ്രഹങ്ങളാണെന്നാണ്. അങ്ങനെ അവരെ വിളിച്ചു ചേർത്ത് അവരോട് ഇരുമ്പുകൾ കൊണ്ടുവരാൻ വേണ്ടി പറയുന്നുണ്ട്. ആ ഇരുമ്പ് മുഴുവൻ കത്തിക്കുമ്പോൾ അതിലേക്ക് കാറ്റ് ഊതിയിട്ട് അതിനെ പഴുപ്പിച്ച് ഉരുക്കി കളയാൻ പറയുന്നുണ്ട്. പിന്നെ അതിലേക്ക് ചെമ്പ് കൊണ്ടുവന്നിട്ട് ഒഴുക്കിയിട്ട് അവർ വളരെ ശക്തമായൊരു അണക്കെട്ട് അവർക്ക് കെട്ടിക്കൊടുക്കുകയാണ്. ഒരു കാലത്തും ഈ യജൂജ് മഅജൂജിന് മറികടന്നു വരാനോ അതിനെ അതിര് കടന്നു വരാനോ അതല്ലെങ്കിൽ അതിനെ തുരന്നു വരാനോ ഫമസ്തതാഉ അൻ യൽഹറൂഹു വമസ്തതാഉ ലഹു നഖബ. അവർക്ക് ആ മതിലുകളെ അതിര് കടന്നു വരാനും പറ്റൂല, മറിഞ്ഞു വരാൻ പറ്റില്ല. അതേപോലെ തന്നെ തുരന്ന് അതിലൂടെ ദ്വാരമുണ്ടാക്കി വരാനും പറ്റാത്ത അവസ്ഥയിൽ ആ മതിൽ അവർക്ക് കെട്ടിക്കൊടുത്തു എന്നാണ്. അങ്ങനെ അവർക്ക് പ്രതിരോധം തീർത്തു കൊടുത്തു. അവരിന്ന് യാതൊന്നും വാങ്ങിച്ചില്ല. പക്ഷെ ഒരു കാര്യം ചെയ്തു, എന്ത്, ഞാനിത് ചെയ്യുമ്പോൾ നിങ്ങൾ എന്നെ സഹായിക്കണം, നിങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എന്നെ സഹായിക്കണം എന്നാണ്. അങ്ങനെ അദ്ദേഹം അതിന് പറ്റുന്നൊരു ആസൂത്രണം ഉണ്ടാക്കുകയും അതെങ്ങനെ നിർവഹിക്കണം എന്നതിനെ കുറിച്ചൊരു പ്ലാനും പദ്ധതിയൊക്കെ ഉണ്ടാക്കി അത് നടപ്പിലാക്കി പൂർത്തിയാക്കിയിട്ടാണ് അദ്ദേഹം തിരിച്ചു പോകുന്നത് എന്ന് പറയുന്നുണ്ട്. ഈ ഒരു ഭരണാധികാരിയെ പരിചയപ്പെടുത്തുന്നത് എന്തെന്ന് വെച്ചാൽ, എന്തെങ്കിലും അധികാരങ്ങളോ സൗകര്യങ്ങളോ ഒക്കെ കിട്ടിയാൽ അത് നമ്മുടെ സ്വഭാവത്തെ, സംസാരത്തെ, ശൈലിയൊന്നും മാറ്റാൻ പറ്റൂല. വളരെ വിനീതമായി എന്ത് ചെയ്യാം, ആ സൗകര്യങ്ങളും അധികാരങ്ങളും ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, പരമാവധി ഉപകാരങ്ങൾ ആളുകൾക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അല്ലാഹുമ്മ മൻ വലിയ മിൻ അംരി ഉമ്മത്തി ശൈഅൻ. അല്ലാഹു എന്റെ ഉമ്മത്തിൽ നിന്നുള്ള ആർക്കെങ്കിലും വല്ല അധികാരങ്ങളും ഏൽപ്പിച്ച് കിട്ടുകയാണെങ്കിൽ ഫശഖ അലൈഹിം ഫശ്ഖുഖ അലൈഹി, അവർക്ക് അദ്ദേഹം ബുദ്ധിമുട്ടുണ്ടാക്കണമെങ്കിൽ അവനും ബുദ്ധിമുട്ടുണ്ടാക്കണം. അധികാരങ്ങൾ കിട്ടുന്ന ആളുകൾ അതുപയോഗിച്ച് ജനങ്ങളെ ദ്രോഹിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, അവർക്കും ആ ദ്രോഹിക്കുന്ന അധികാരികൾക്കും ദ്രോഹമുണ്ടാക്കണം എന്നാണ്. എന്നാൽ വമൻ വലിയ മിൻ അംരി ഉമ്മത്തി ശൈഅൻ, എന്റെ ഉമ്മത്തിൽ നിന്ന് വല്ല അധികാരങ്ങളും ഒരാൾക്ക് കിട്ടിയിട്ടും അവരോട് അവൻ വാത്സല്യവും ദയയും കാണിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഫർഫുഖ് ബിഹി, അവരോട് നീ എന്ത് ചെയ്യണം, വാത്സല്യം കാണിക്കണം എന്ന് നബി ഇസ്ലാം പ്രാർത്ഥിച്ചതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് കിട്ടുന്ന അധികാരങ്ങളും സൗകര്യങ്ങളും
സംവിധാനങ്ങളൊക്കെ മറ്റുള്ളവർക്ക് അനുകൂലമായ കാര്യങ്ങളായിട്ടും ഉപയോഗിക്കുക എന്നുള്ളതാണ് ദുൽഖർനൈൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. ആ ഒരു മാതൃക അധികാരങ്ങളാൽ പരീക്ഷിക്കപ്പെടുന്നവർ ഫിത്നയിൽ അകപ്പെടാതിരിക്കുവാൻ ഈ ഒരു മാതൃക സ്വീകരിക്കണം എന്ന നിലക്കാണ് ലോകം മുഴുവൻ അടക്കിവാണ എല്ലായിടത്തും അന്നത്തെ കാലത്ത് ലോകം മുഴുവനും സഞ്ചരിക്കാൻ സാധിച്ച ഒരു ചക്രവർത്തിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ നല്ലതായ ചില പരിഷ്കാരങ്ങളെക്കുറിച്ചും നടപടിക്രമങ്ങളെക്കുറിച്ചും നീതിയെക്കുറിച്ചും വിനയത്തെക്കുറിച്ചുമൊക്കെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത് ഈ അടിസ്ഥാനത്തിലാണ്. ഇതൊക്കെ ഖുർആനിൽ നമ്മൾ ഓതിപ്പോകുമ്പോൾ നമുക്ക് വലിയ മാതൃകകളും വലിയ നമുക്ക് അനുകരിക്കാൻ പറ്റുന്ന മഹത്തായ സന്ദേശങ്ങളും ഗുണപാഠങ്ങളും ഉള്ളതുകൊണ്ടാണ് അള്ളാഹു ഇതൊക്കെ പറഞ്ഞു തരുന്നത്. അത് ഉൾക്കൊള്ളാനും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാകുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവും. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ ബാറകൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, പല സന്ദർഭങ്ങളിലും പല സാഹചര്യങ്ങളിലും നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. എന്ന് പറഞ്ഞാൽ പുതിയ തലമുറകൾ, നമ്മുടെ മക്കളും നമ്മുടെ പേരക്കുട്ടികളൊക്കെ ആയിട്ട് വരുന്ന പുതിയ തലമുറകൾ, അവരൊരു നിയന്ത്രണം നഷ്ടപ്പെട്ട, നമുക്കാർക്കും അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു ജീവിത സാഹചര്യങ്ങളിലേക്കാണ് അവരുടെ സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളൊക്കെ മാറി വരുന്നത്. ഇപ്പൊ ലോകത്ത് മനുഷ്യനെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മാർഗമായിട്ട് അള്ളാഹു തന്നെ നമുക്ക് നിശ്ചയിച്ച് തന്ന എന്താണ്? ഉത്ബോധിപ്പിക്കുക എന്നുള്ളതാണ്, പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് ഞാൻ ചെയ്യുന്നതെല്ലാം എന്റെ ദോഷത്തിലേക്കും എന്റെ നാശത്തിലേക്കും എത്തിച്ചേരും എന്ന ബോധം, അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യനായി ജീവിച്ചാൽ അതുകൊണ്ട് നിനക്ക് അതിൻ്റെതായ ചില ഗുണങ്ങളുണ്ട് ജീവിതത്തിൽ എന്ന ബോധം, ഈ തെർഹീബും തെർഗീബും, ഒരു കാര്യത്തിന് പ്രോത്സാഹനം നൽകുക, ഒരു കാര്യത്തെക്കുറിച്ച് ഭയപ്പെടുത്തുക, ഈ ഇതെല്ലാം രണ്ടും അല്ലാതെ മനുഷ്യനെ മാറ്റാൻ വേറെ ഒരു പരിഹാര മാർഗവും ഇല്ല എന്നാണ്. അതാണ് മുബശ്ശിരീന വ മുൻദിരീൻ, സന്തോഷ വാർത്ത അറിയിക്കുന്നവരും താക്കീത് നൽകുന്നവരുമാണ്. അപ്പൊ ഞാനും നിങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഭയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. മനസ്സിലായി? ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം മാറ്റിവെക്കുന്ന ഒരു ചെറിയ പേടിയാണ്, അത് തിന്നാലും എന്തെങ്കിലും വല്ല ദോഷം വരുമോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ നാവ് ആഗ്രഹിച്ചിട്ടും നമ്മളത് ഭക്ഷിക്കാതെ മാറ്റി വെക്കണല്ലേ. അതേപോലെ ചില ആഗ്രഹങ്ങളാണ്, കഠിനാധ്വാന ഉറക്കൊക്കെ, നൈറ്റ് ഡ്യൂട്ടിയും പകൽ ഡ്യൂട്ടിയൊക്കെ ആയിട്ട് നമ്മൾ ഇടങ്ങേറാകണ എന്താണ്? ചില നിസ്സാരമായ ചില സ്വപ്നങ്ങളാണ് നമ്മളതിന് പ്രേരിപ്പിക്കുക. ഇതന്നെ മനുഷ്യനെ നിയന്ത്രിക്കൊള്ളുന്നതാണ്. അപ്പൊ നമ്മുടെ കുട്ടികൾക്കും നല്ല ബോധം അവർക്ക് നൽകുക. അവർ പഠിക്കാനാണെങ്കിൽ പഠിച്ചാൽ കിട്ടുന്ന ഗുണം പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ വഴിതെറ്റിപ്പോവുകയാണെങ്കിൽ ആ വഴിതെറ്റിപ്പോകുന്നതിന്റെ ദോഷങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്കറിയാം, ഈ ഓപ്പറേഷൻ തൂഫാൻ, അതായത് ലഹരി വേട്ട, സത്യത്തിൽ എന്താ വെച്ചാൽ ഇതൊക്കെ ഈ നാട്ടിൽ ഉണ്ടായിരുന്നല്ലോ മനസ്സിലാക്കേണ്ടത്. എത്ര കിൻഡൽ കണക്കിനാണ് കഞ്ചാവും അതേപോലെ തന്നെ രാസലഹരികളൊക്കെ പിടിക്കപ്പെടുന്നത്. ഇതൊക്കെ ഇവിടെ കഴിക്കണ ആൾക്കാർ ഇത്രയും കാലങ്ങളായിട്ട് എന്ത് ചെയ്യണം? ആളുകൾ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര ജനലക്ഷങ്ങളാണ് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ വിതരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കച്ചവടത്തിനും ഇല്ലാത്ത അത്രമാത്രം സാധനങ്ങളാണ് വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ പുതിയ തലമുറയെ നശിപ്പിക്കാൻ ഉപകരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ നമ്മൾ നമ്മുടെ കുട്ടികളെ ബോധ്യപ്പെടുത്തുക എന്നല്ലാതെ, ഇതിന്റെയൊക്കെ അപകടങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തുക എന്നല്ലാതെ വേറൊരു വഴി നമ്മുടെ മുന്നിലില്ല. പക്ഷേ നമ്മൾ ചിന്തിക്കണം, അങ്ങനെ ബോധപൂർവ്വം നമ്മുടെ കുട്ടികൾക്ക് ഒരു ഉത്ബോധനം കിട്ടാൻ നമ്മുടെ കുട്ടി ഇപ്പൊ എവിടെ പോണത്, എവിടുന്ന കേൾക്കണത്? ഈ ചോദ്യം ആത്മാർത്ഥമായി നിങ്ങൾ ഓരോരുത്തരും ചോദിക്കണം മനസ്സിനോട്. നമ്മുടെ കുട്ടിക്ക് അങ്ങനെ മതപരമായ കാര്യങ്ങളെക്കുറിച്ചൊരു ബോധം ലഭിക്കാൻ അവനെ നമ്മൾ എവിടെ എത്തിക്കാറുണ്ട്? അവനെ ഓട്ടോ വിളിച്ച് നമ്മുടെ ബൈക്കുമ്പോൾ കയറ്റി നമ്മൾ എവിടെ കൊണ്ടുപോകല്, എവിടെയാണ് അവനെ പറഞ്ഞയക്കൽ? നമ്മൾ ആലോചിക്കണം. അവന് പ്രായപൂർത്തിയാകാത്ത സമയത്ത് കിട്ടിയ ഒരു മദ്രസക്കപ്പുറത്ത് അവന്റെ ജീവിതത്തിൽ മറ്റെന്തെങ്കിലും നന്മകൾക്ക് അവസരമുണ്ടോ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആലോചിക്കണം. ഇപ്പൊ കാലവും ലോകമൊക്കെ തിരിഞ്ഞു തുടങ്ങുന്ന, അന്തം വെച്ച് തുടങ്ങുന്ന ഈ സമയത്ത് കിട്ടേണ്ട ചില വിവരങ്ങളുണ്ടല്ലോ, ഉത്ബോധനങ്ങൾ. അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ വഴിക്ക് പോയിട്ട് പിന്നെ അവനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ വളരെ അപകടകരമായിരിക്കും. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലേക്ക് മാറുന്നതാണ്. ഓരോ ന്യൂസ് വായിക്കുമ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകണമെന്നാണ്. ഇതിപ്പോ ഒരു സ്ത്രീ പറഞ്ഞൊരു കാര്യമാണ്, എന്ത്, എന്റെ മോനെ നിങ്ങളൊന്ന് പിടിച്ചു കൊണ്ടുപോകുന്നതാണ്, എന്റെ മോൾക്ക് വീട്ടിൽ ഡ്രസ്സ് മാറാൻ പറ്റുന്നില്ല. അത്രയും എന്ത്, സ്വന്തം ആങ്ങളയെ കൊണ്ട്, സ്വന്തം മകന്റെ കാര്യത്തിൽ പോലീസോട് നിങ്ങൾ പറയുന്നത് പിടിച്ചു കൊണ്ടുപോയി, എന്റെ മോൾക്ക് എന്റെ വീട്ടിൽ വസ്ത്രം മാറാൻ പറ്റുന്നില്ല എന്ന് പറയുന്നൊരു ഉമ്മയുടെ വേദന നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണ് നിങ്ങൾ.
അങ്ങനത്തെ ഒരു മാറ്റത്തിലേക്ക് പോകുമ്പോൾ ഈ കൂട്ടത്തിൽപ്പെട്ട നമ്മുടെ കുട്ടി മാത്രം സുരക്ഷിതനായിരിക്കും എന്ന് ചിന്തിക്കുന്നതിന് എന്താർത്ഥം? അതുകൊണ്ട് ബോധ്യപ്പെടുത്താൻ നമ്മുടെ കുട്ടികൾക്ക് അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ക്ലാസ്സുകളും ക്യാമ്പുകളും ഉത്ബോധനങ്ങളും ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ ഉണ്ട്. അത് കണ്ടുപിടിച്ച് നിങ്ങൾ അവനൊരു വിദ്യാലയം കണ്ടുപിടിച്ച പോലെ +1 ഒരു സീറ്റ് തരപ്പെടുത്തിയതുപോലെ കോളേജിലും എഞ്ചിനീയറിംഗ് കോളേജിലും അതേപോലെ തന്നെ പാരാമെഡിക്കൽ കോളേജുകളിലൊക്കെ നമ്മൾ ഒരു സീറ്റ് തരപ്പെടുത്തിയതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കുട്ടികൾക്ക് ദീനിയായി പഠിക്കാനും ചില സംവിധാനങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ നാം ചെയ്യുന്ന വലിയൊരു വീഴ്ചയായിരിക്കും, അമാനത്തിന്റെ ഒരു ലംഘനമായിരിക്കും. നമ്മുടെ ഭാവി തലമുറക്ക് ശരിയായ വഴി കാണിച്ചു കൊടുക്കുന്നിടത്ത് നമുക്ക് സംഭവിക്കുന്ന പരാജയമായിരിക്കും. അതുകൊണ്ട് ആ തിരിച്ചറിവ് നമുക്കുണ്ടാവണം, അതിനുള്ള അവസരങ്ങൾ നമ്മൾ സൃഷ്ടിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ ഇണകളിൽ നിന്ന് സന്താനങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് എല്ലാവർക്കും കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഏറ്റവും നല്ല വഴിയിലൂടെ സഞ്ചരിക്കുവാനും ഏറ്റവും നല്ല മാർഗം സ്വീകരിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. പരീക്ഷണങ്ങളിൽ നിന്നും പ്രതിസന്ധികളും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. രോഗങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഈ രോഗശമനം പ്രദാനം ചെയ്യണം. റഹ്മാനെ, അള്ളാഹു ഭയാനകമായ നരകത്തിൽ രക്ഷപ്പെടുത്തുന്ന വിശാലമായ സ്വർഗത്തിൽ അഖിലുകാരാകാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് ഏവർക്കും നീ പ്രദാനം ചെയ്യുകയും ചെയ്യണം. റഹ്മാനെ, اللهم اغفر للمؤمنين والمؤمنات ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.